വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം. ഒസ്ര ഗോൾഡൻ ഡയമണ്ട്സ്. ബിലീവ് ഇൻ പ്യൂരിറ്റി. പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. സ്കൂൾ കുട്ടികൾ തുടങ്ങിയ നെൽകൃഷി 8 വർഷമായി മുടക്കമില്ലാതെ തുടരുന്ന അധ്യാപകൻ വേറിട്ട മാതൃക തീർക്കുകയാണ്. ദേശീയ അവാർഡ് ജേതാവ് കൂടിയായ സുധീരൻ ചീരക്കുടയാണ് ഈ മാതൃകാ അധ്യാപകൻ. അവധി ദിനങ്ങളിൽ മുഴുവൻ സമയവും പാടത്ത് കൃഷി പരിപാലനത്തിലാണ് കൊണ്ടോട്ടി തുറക്കൽ സ്വദേശിയായ സുധീരൻ ചീരക്കുട. 2016 മേലങ്ങാടി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസറായി ചുമതലയേറ്റതു മുതൽ തുടർച്ചയായി 3 വർഷം കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി പരിധിയിലെ പാടശേഖരങ്ങളിൽ കുട്ടികൾക്ക് നെൽകൃഷിയിൽ പരിശീലനം നൽകി വരികയാണ് ഈ മാതൃകാ അധ്യാപകൻ. കൊണ്ടോട്ടി തുറക്കൽ സ്വദേശിയാണ് ഈ മാതൃകാ അധ്യാപകനായ സുധീരൻ ചീരക്കുട. അവധി ദിനങ്ങളിൽ മുഴുവൻ സമയവും പാടത്ത് കൃഷി പരിപാലനത്തിലാണ് ഇദ്ദേഹം ഉപയോഗിക്കുന്നത്. കളപറിച്ചും വളപ്രയോഗം നടത്തിയും കീടങ്ങൾ വരാതിരിക്കാനുള്ള മരുന്ന് പ്രയോഗം നടത്തിയും ജലസേചന സൗകര്യമൊരുക്കിയുമൊക്കെ കൃഷി പരിപാലനത്തിലാണ് ഈ മാതൃകാ അധ്യാപകൻ. നെൽകൃഷിയെ കൈവിടാതെ നെഞ്ചോട് ചേർക്കുകയാണ് ദേശീയ അവാർഡ് ജേതാവ് കൂടിയായ സുധീരൻ ചീരക്കുട. സ്കൂൾ കുട്ടികൾ തുടങ്ങിയ നെൽകൃഷി 8 വർഷമായി മുടക്കമില്ലാതെ പരിപാലിക്കുന്നതും ഈ അധ്യാപകനാണ്. നെൽകൃഷിയിലൂടെ വിളവെടുക്കുന്ന സമ്പ്രദായം നാഷണൽ സർവീസ് സ്കീം വളണ്ടിയർമാർക്ക് കൃഷിഭവൻ്റെയും കർഷകനായ പി അബൂബക്കറിൻ്റെയും സഹായത്തോടെയാണ് ഇദ്ദേഹം നൽകി വരുന്നത്. 2 ഏക്കർ സ്ഥലത്ത് ഡോക്ടർ സുധീരൻ ചീരക്കുടയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന കൃഷിയുടെ വിളവെടുപ്പ് നാടിൻ്റെ ഉത്സവമായാണ് നടത്തിവരാറ്. അതിൽ പറമ്പിൽ നമുക്ക് നല്ല നെല്ലുണ്ടായിരുന്നു, മോഡേൺ നെല്ലിൻ്റെ ഇതുണ്ടായിരുന്നു. അപ്പോൾ മക്കളായിട്ട് ഞങ്ങളൊക്കെയാണ് അതിൻ്റെ സഹായികളായിട്ട് പോയി കൊടുക്കുക. അപ്പോൾ അതും പിന്നെ അതുപോലെ തന്നെ പശുപരിപാലനം ഇതെല്ലാം കൂടി ആയിട്ടായിരുന്നു ഞങ്ങൾ വളർന്നു വന്നത്. അതിനുശേഷം ജോലി കിട്ടി, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ് അധ്യാപകനായി കിട്ടി. അങ്ങനെ ആ കുട്ടികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്കറിയാം, നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും നമ്മൾക്ക് അത് പുതിയ തലമുറക്ക് അതിൻ്റെ ഗുണം ലഭിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനം എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നിയ ഒരാശയമാണ് കുട്ടികളിലേക്ക് ഇത് എത്തിക്കുകയെന്ന്. അപ്പോൾ അങ്ങനെ ഭാഗ്യവശാൽ 2016 മേലങ്ങാടി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആയ സമയത്ത് അവിടെ NSSൻ്റെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ യൂണിറ്റ് ഇല്ലായിരുന്നു. പൊതുവെ ഒരു വിമുഖതയാണ് ഇത്തരം പൊതുപ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുക്കാൻ ഉണ്ടാവാറ്. അപ്പോൾ ഞാനത് ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, പുതിയൊരു യൂണിറ്റ്, ഒരു സെൽഫ് ഫിനാൻസിങ് യൂണിറ്റ് NSSൻ്റെത് മേലങ്ങാടി ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കൊണ്ടുവന്നു. ആ കൊണ്ടുവന്ന വർഷം തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൃഷി എന്ന ഒരു സബ് ടോപ്പിക്കാണ്. വിളവെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ മുഴുവനായും NSS വോളണ്ടിയർമാരാണ് വിപണിയിൽ എത്തിച്ചിരുന്നത്. NSS